അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് മീൻ മുട്ട മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മീൻ മുട്ട കിട്ടുമ്പോഴൊക്കെ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ട് അതിനെ അങ്ങ് ഫ്രൈ ചെയ്യും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു മീൻ മുട്ട മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് പലർക്കും ഇതൊക്കെ അറിയായിരിക്കും, എന്നാൽ അറിയാത്തവരും കാണുമല്ലോ. ഓക്കെ, എന്നാൽ ഇനി മീൻ മുട്ട മസാല ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം. മീനിൻ്റെ മുട്ട, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂണ്, ഉപ്പ്, പുളി 1 ടീസ്പൂണ്, 1 കപ്പ് തേങ്ങ ചിരവിയത്, 2 മീഡിയം സവാള ചെറുതായി മുറിച്ചത്, മുരിങ്ങയില ചെറുതായി മുറിച്ചത്, കറിവേപ്പിലയല്ല മുരിങ്ങയില ചെറുതായി മുറിച്ചത്, പച്ചമുളക് ചെറുതായി മുറിച്ചത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 തക്കാളി ചെറുതായി മുറിച്ചത്. ഇനിയൊരു പാന് ഗ്യാസിൽ വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം സവാള ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചെറുതായി മുറിച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് നന്നായി വീണ്ടും 1 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനിൻ്റെ മുട്ട ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പുളി ഒഴിക്കണം. പുളി കൂടിപ്പോവാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പുളി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായി ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ മീനിൻ്റെ മുട്ട മുഴുവനായി വെന്തിട്ടില്ല, കുറച്ചുകൂടി വേവാൻ ബാക്കിയുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ മീനിൻ്റെ മുട്ട പൊടിഞ്ഞു പോവാതെ വേണം ഇളക്കി കൊടുക്കാൻ.
ഇനി അരിഞ്ഞു വെച്ച മുരിങ്ങ ഇല ഇട്ട് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് വീണ്ടും വേവിക്കണം. ഇപ്പം മീനിൻ്റെ മുട്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജൂൺ മാസം സ്റ്റാർട്ടായില്ലേ, അപ്പോൾ മഴക്കാലത്ത് മുരിങ്ങ ഇല കഴിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ഇട്ടിട്ട് ഉണ്ടാക്കിക്കോളൂ. ജൂൺ മാസം കഴിഞ്ഞാലും മുരിങ്ങ ഇല ഇട്ടിട്ട് ഉണ്ടാക്കാം. വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്തതാണ്, അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോഴേക്കും മഴക്കാലവും തുടങ്ങി. ഓക്കെ, എന്തായാലും ഇനി എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഞാൻ ഈ മുട്ടയെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഈ മീൻ മുട്ടയ്ക്ക് നല്ലൊരു മണം വരുന്നത്. Thanks for watching.